എടോ, താൻ ഈ ചോദിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ടു. പക്ഷേ താൻ എന്നെ ഒരു രീതിയിലും ഒരു പുരുഷൻ എന്ന നിലയിൽ അട്രാക്റ്റ് ചെയ്യുന്നേയില്ല. ഓ, ഇങ്ങനെ ചെപ്പൊക്കെ അടിച്ച് പറയാതെൻ്റെ ചേച്ചി. ചുമ്മാതാണോ ഇവിടെ റേപ്പും ആസിഡ് ഒഴുപ്പൊക്കെ നടക്കുന്നത്? മനുഷ്യനെ അങ്ങ് ഡോ, താൻ എന്നോട് കിട്ടുമെന്ന് ചോദിച്ചു, ഫ്രാങ്കായിട്ട്. ഞാൻ ഉത്തരം തന്നു, ഫ്രാങ്കായിട്ട്. ഒരു പരസ്പര ബഹുമാനം നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ ഓക്കെ. എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ശരി, ഇയാൾക്ക് വികാരം തോന്നണമെങ്കിൽ എന്ത് വേണം? അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാനാ. ആരോടെങ്കിലും തോന്നുന്നുണ്ടോ? ഈ മൊമെൻറ്റിൽ ഒരാളോട് തോന്നുന്നുണ്ട്. ആരോട്? മോഹൻലാലിനോട്. റെഡിയാക്കി തരുമോ? ഒന്ന് പോവണേ. നടക്കുന്ന കാര്യം വല്ല ഉണ്ടെങ്കിൽ പറ. നടക്കുന്ന കാര്യമുണ്ട്. ഇവിടെ ഒരാളുണ്ട്. ഇവിടെയോ? ആരാ? പറയട്ടെ പറ പറയട്ടെ പറ. നമ്മുടെ പിയാനോ ടീച്ചർ ആർതർ ഗോപാൽ റെൽട്ടൺ. ആ ജടകെട്ടിയ മുടിയും കറ പിടിച്ച പല്ലുകളും വിയർപ്പിൻ്റെ നാറുന്ന കോഡ്രോയ് ഷർട്ടും, ഓഹ്, എന്നാ സെക്സപ്പിയില്ല. ഞാനൊരു കഥ കേട്ടല്ലോ. എന്താ? ഒരു 999 പെണ്ണുങ്ങളുടെ. ഇതാര് പറഞ്ഞു? അതൊക്കെ ചുമ്മാതെ പിള്ളേരോരോന്ന് പറയുന്നതല്ലയോ? 1000-ാമത്തേത് ആരാന്ന് തീരുമാനിച്ചോ? അല്ല, അത് ഞാൻ മതിയോ? ഛെ. അതോ വനിത തന്നെ വേണോ? വരുന്നോ? നല്ല ചാമ്പയ്ക്കയിട്ട് മാറ്റിയ ചാരായുണ്ട്. അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഉച്ച സമയത്ത് അതൊന്നും ശരിയാവില്ല. ഉച്ചയിലെ ബെസ്റ്റ്. ആ, 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 വന്നേ, നമുക്ക് 999-ന്റെ ജിങ്സ് ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ? ആ കോസ്റ്റ് ലൈനിൽ പോർച്ചുഗീസ് ഹെറിറ്റേജ് സ്റ്റൈലിലുള്ള കുറേയധികം റിസോർട്ട്സ്, അതാണ് മിനിസ്ട്രിയുടെ പ്ലാൻ. അതിനുവേണ്ടി ഒരു സർവേ അവിടെ നടത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെയുള്ള പല പ്രോപ്പർട്ടീസും അനധികൃതമായി കൈവശം വച്ചിട്ടുള്ളതാണെന്ന്. വില്ലേജ് ഓഫീസിലോ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിലോ ഈ ഏരിയയിലെ ബിൽഡിങ്സിൻ്റെ യാതൊരു ഡീറ്റെയിൽസും ഇല്ല. പിന്നെ 2-3 പേർ അവർ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരെ എക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ ഒറിജിനൽ കിട്ടിയില്ല എങ്കിൽ സോറി, ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. ഞാനൊന്ന് നോക്കട്ടെ സാർ. എൻ്റെ ഇത്തരം ഡോക്യുമെൻറ്റ്സൊക്കെ ഒന്നുകിൽ ലോക്കറിൽ അല്ലെങ്കിൽ കമ്പനി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് അവിടെ ഉണ്ടാവുക. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാറിനെ പോലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഷാർക്ക് ഇത്രയും വാല്യൂ ഉള്ളൊരു പ്രോപ്പർട്ടി എന്തിനാ വെറുതെ ഇട്ടിരിക്കുന്നത്? പേരിനൊരു പഴയ ലോഡ്ജും ഗോഡൗണൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. എവിടെയോ എന്തോ ഒരു ചേരാത്തത് പോലെ. എവിടെയോ എന്തോ ചേരാത്ത ചില കാര്യങ്ങൾ ആ ലോഡ്ജിന് ചുറ്റും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അതൊരു തൃപ്തികരമായ മറുപടിയല്ല. സർ, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ആൻ ഇമോഷൻ. തികച്ചും സ്വകാര്യമായ ചില കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഐ വിൽ സീ വാട്ട് ഐ ക്യാൻ ഡു. ഞാൻ എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം. യു ആർ ഡിസ്റ്റർബ്ഡ്? അയാൾ വരുന്നുണ്ട്, വിവേക്. ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് ഒരു അനാവശ്യ എടുത്തിയാട്ടമായിരുന്നു എന്നുള്ള കണ്ടുപിടുത്തത്തില്ല.
പട്ടാമ്പി പോയി അച്ഛനെയും അമ്മയും ക്ലീൻ ആയിട്ട് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും വിളിച്ചോണ്ടിരിക്കുക. അയാൾ ഇങ്ങനെ കേണ അപേക്ഷിക്കുമ്പോൾ നീ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്ന എന്തിനാന്ന് ചോദിച്ച് കരച്ചില്ല. So, what are you going to do? തീർക്കണം. ഇനി അയാൾ പിന്നാലെ വരാത്ത രീതിയിൽ പൊളിച്ചടുക്കണം. ഇതെന്താ സ്റ്റൂളൊക്കെ വെച്ചിരിക്കുന്നത്? അത് കൊളുത്തു പോയതാണ്. എന്താണ്? എനിക്ക് അബ്ദുവിൻ്റെ ഒരു സഹായം വേണം. വെറുതെ വേണ്ട, കാശ് തരാം. അബ്ദുവിന് എൻ്റെ കാമ്പൂനായിട്ടൊന്ന് അഭിനയിക്കാവോ? ഇവിടെ ഉള്ളവന്മാരെയൊന്നും എനിക്ക് വിശ്വാസമില്ല. ആ ഷിബുവിനെ ഞാൻ ആലോചിച്ചു, പക്ഷെ പിന്നെ അതെനിക്ക് മെനക്കേടാവും. ആ ജിമ്മാണെങ്കിൽ എന്നെ കാണുമ്പോഴേ റേപ്പ് ചെയ്യാൻ പോകുന്ന റിയാക്ഷനാണ്. അബ്ദു ആണെങ്കിൽ ഐ എം കംഫർട്ടബിൾ. ദേ, ഇങ്ങനെ ഒരു വികാരവും ഇല്ലാതെ നിന്നാൽ മതി. ഇതായിപ്പോഴത്തെ സ്റ്റൈൽ. അല്ല, ഞാൻ നിങ്ങളെ കാമുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണ്ടേ? ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പവും. പിന്നെ നിങ്ങളുടെ കാമുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറയണ്ടേ? ഒന്നും പറയണ്ട, ഒന്ന് കിടന്നു നിന്നാൽ മതി. കിടന്നു തന്നാൽ മതി എന്നാ? ഇവിടെയല്ല, ദൂരെ ഒരു സ്ഥലത്ത്, നല്ലൊരു ഹോട്ടൽ റൂമിൽ. ഇതൊക്കെ എന്തിനാണ്? എൻ്റെ ഭർത്താവ് വരുന്നുണ്ട്. പഴയ ഭർത്താവ്, പഴകി ദ്രവിച്ച ഭർത്താവ്. അയാളെ ഒന്ന് പൊളിച്ചെടുക്കണം. അടി മേടിച്ചു തരുമോ? പേടിയുണ്ടോ? പേടിയുണ്ട്. ഒന്നും ചെയ്യില്ല, കൂൾ കക്ഷിയാ. എന്ന് വെച്ചാൽ നിന്നേക്കാ പേടിയാ. എന്നാ വരാം. അപ്പോൾ അബ്ദുവിന് എന്നെ ഇഷ്ടമുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പുറകെ മണപ്പിച്ച് നടക്കണം. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? കുണ്ടി. ഈ ഓണസ്റ്റി എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് ബോംബെയിലിരുന്നേനെ. എന്താണോ ഓണസ്തി? അയാൾക്കതില്ലേ? അയാൾക്ക് അതും ഇല്ല, അങ്ങനെ പലതും ഇല്ല അബ്ദു. അത് വിട്. അപ്പം റെഡിയാണോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരാമെന്ന്. ഞാൻ വരാം. അപ്പം എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞാൻ വരാം. അതൊന്നും നിന്നേ. നേരത്തെ ചോദിച്ച പോലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? പറയട്ടെ? പറയട്ടെ? നിന്റെ പല്ലിലെ കമ്പി. അതാണ് കന്യക ആദ്യം കണ്ടപ്പോൾ എനിക്ക് സംഭവിച്ചത്. ഇതൊരു ദൈവനിശ്ചയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നു. എല്ലാം പുള്ളിയല്ലേ ശിവേട്ടൻ നിശ്ചയിക്കുന്നത്. അല്ല, ചേട്ടൻ എത്ര ശമ്പളം കിട്ടും? ഓ, അത്ര വരെയൊക്കെ ചിന്തിച്ച് തുടങ്ങി. ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശമ്പളമൊക്കെ കിട്ടുമെന്ന് കൂട്ടിക്കോ. ശോ, ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ല, ഇവിടെ ഇങ്ങനെ ഇരുന്ന വല്ലവരൊക്കെ കണ്ട നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം വേണം അല്ലേ? ആരും കാണാത്ത നമുക്ക് മാത്രമായൊരു സ്ഥലം. ഈ ലോഡ്ജൊന്നും വേണ്ട. അല്ല, എൻ്റെ ഈ കൂട്ടുകാരികളുടെ ബോയ് ഫ്രണ്ട്സൊക്കെ സംസാരിക്കാൻ ലോഡ്ജിൽ കൊണ്ടുപോകാറുണ്ടേ. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞേ. അയ്യേ, അങ്ങനെ ഞാൻ ചെയ്യോ? നമുക്കിരിക്കാൻ മിനിമം ഒരു 5 നക്ഷത്ര ഹോട്ടലിൻ്റെ മുറിയെങ്കിലും വേണം. കുടിക്കേ. അല്ല, അബ്ദു കന്യകയുടെ ചേട്ടനാണോ അനിയനാണോ? ഞങ്ങൾ ഇരട്ടകളാ. പിന്നെ ഒരേ പ്രായക്കാരാ. ആദ്യം പുറത്തു വന്ന് ഞാനായതുകൊണ്ടാ അന്നെ ചേച്ചിന്ന് വിളിക്കുന്നത്. തന്നെ? അതാ കണ്ടാ പറയത്തില്ല. അതാ വെറുതെ. അപ്പോ നമ്മളിനി കാണുന്നത് വലിയൊരു ഹോട്ടലിൽ വെച്ച് നമ്മൾ മാത്രമായിട്ട്. എനിക്ക് 2000 രൂപ വരോ? അല്ല, അങ്ങോട്ടൊക്കെ വരുമ്പോ നല്ല ഉടുപ്പൊക്കെ ഇടണ്ടേ? എന്നാ പിന്നെ ഇത് വാങ്ങിച്ചു തന്നിട്ട് തന്നെ ബാക്കി കാര്യം. ചേട്ടൻ വാങ്ങിച്ചേരണ്ട, കാശ് തന്നാ മതി, ഞാൻ പോയി വാങ്ങിച്ചോളാം. ചേട്ടൻ ഈ ജൗളിക്കടയിലൊക്കെ വന്ന് കൊച്ചാവുന്നൊന്നും എനിക്കിഷ്ടല്ല. ഏതാ ഇഷ്ടമുള്ള കളറ്? പിങ്ക്. പിങ്കാ?